വിശുദ്ധമായ വാർത്തയിലേക്ക് ദേവാലയങ്ങളെയും വിശ്വാസ ഭവനങ്ങളെയും ഭക്തി നിർഭരമാക്കി ക്രിസ്മസ് ആഘോഷം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. മതപരമായ പ്രാധാന്യത്തിനിപ്പുറം യേശു പഠിപ്പിച്ച സ്നേഹം, ക്ഷമ, അനുകമ്പ എന്നിവയുടെ സാർവത്രിക മൂല്യങ്ങളും ഈ ദിവസം ഉൾക്കൊള്ളുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം. ദൈവപുത്രൻ മണ്ണിൽ അവതരിച്ചതിന്റെ സ്മരണ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. ബത്ലഹേം നഗരിയിൽ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരുടെ മോചനത്തിന് രക്ഷകൻ അവതരിക്കുമെന്ന പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് 2000 വർഷം മുമ്പ് പുൽത്തൊഴുത്തിൽ യേശുവിന്റെ പിറവി. സന്തോഷ സുദിനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേകം തിരുകർമ്മങ്ങൾ നടന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട പള്ളികളിലടക്കം പാതിര കുർബാനയർപ്പിച്ചു. ദേവാലയങ്ങളിൽ രാത്രിയോടെ ആരംഭിച്ച തിരുക്കർമ്മങ്ങൾ അവസാനിച്ചത് പുലർച്ചെയോടെയാണ്. വടക്കഞ്ചേരി ലൂർദ്മാതാ ഫെറോന ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ റെജി മാത്യു പെരുമ്പിള്ളിൽ കാർമ്മികത്വം വഹിച്ചു. ഞങ്ങളും ദൈവവൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹ അവതീർണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളിയിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയത്. പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ച ഉണ്ണിയേശുവിനെ ദർശിക്കാനും വിശ്വാസികളുടെ തിരക്കായിരുന്നു. പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് ശേഷം കരോൾ മത്സരങ്ങളും ക്രിസ്മസ് ട്രീകളും ഒരുക്കിയിരുന്നു. ഫ്യൂഷൻ ഡാൻസ് ഉൾപ്പെടെയുണ്ടായി. നെന്മാറ ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ താമരശ്ശേരി, ഫാദർ വിജു മുരിങ്ങാശ്ശേരി എന്നിവർ കാർമ്മികത്വം നൽകി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും യൗസഫിനെയും പുൽത്തട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തിയപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ
കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ശേഷം തീയൊഴിച്ചൽ ചടങ്ങും തിരിതെളിച്ച വിശ്വാസികൾ പള്ളി അങ്കണത്തിൽ പ്രദക്ഷിണവും നടത്തി. ആകാശവിസ്മയവും നടന്നു. മാതൃവേദി, CLSE, KCYM സംഘടനകളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ക്രിസ്മസ് ട്രീ മത്സരാർത്ഥികൾക്ക് സമ്മാനദാനവുമുണ്ടായി. കൈക്കാരന്മാരായ ടോമി ഒളശ്ശിയിൽ, ഷാജി കളമ്പാടൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും വിശ്വാസി ഭവനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. 25 നാൾ നീണ്ട നോമ്പനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കിയും ആശംസകൾ നേർന്നും സമ്മാനങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കാനുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. മാനവൈക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പുരോഹിതന്മാർ സന്ദേശം നൽകി. UTV ന്യൂസ്, പാലക്കാട്.